ഹായ് ഗേസ്, അസ്സലാമു അലൈക്കും. ഉമ്മീസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എഗ്ഗ് കട്ട്ലേറ്റ് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം ചട്ടി വെച്ച ശേഷം എണ്ണ പറന്ന് കൊടുക്കുക. ചൂടായ ശേഷം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇട്ട് നല്ല ഇളക്കി മറിക്കുക. ഈ വഴിയുള്ളി ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഈ വാടാനായിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല മിക്സ് ആക്കുക. എന്നിട്ട് വാടി വരട്ടെ ഉള്ളി. ഇനി ഒരു കുക്കർ എടുത്ത് ഒരു കിഴങ്ങും 2 മുട്ടയും പിഴിഞ്ഞെടുക്കാം. ഉള്ളി നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സാക്കി കൊടുക്കുക. ഇനി ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് മുളക് പൊടിയും ഇട്ട് നല്ലോണം ഇളക്കി മറിച്ചിട്ട് അടച്ച് വെക്കുക. ഇനി എല്ലാ മസാലയും വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി പിഴുങ്ങി വെച്ച മുട്ട ഗ്രേറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയ്ക്ക് ഇട്ട് കൊടുക്കാം. കിഴങ്ങും ഉടച്ച് കൊടുത്തിട്ടുണ്ട്, അത് മസാലയ്ക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സാക്കുക. ഇനി കട്ട്ലേറ്റ് മുക്കിയെടുക്കാനുള്ള ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. അതിന് കുറച്ച് മൈദയും ഒരു മുട്ടയും ഇട്ട് നല്ലോണം ഇളക്കി മറിച്ച് ബാറ്റർ റെഡിയായിട്ടോ. ഈ മസാലയിൽ നിന്ന് ഒരു ബോളാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്ററിൽ മുക്കിയെടുക്കാം. ഇനി റസ്ക് പൊടിയിൽ മുക്കിയെടുക്കാം. കൈ വെച്ച് നല്ലോണം പരത്തിയെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി കൊടുക്കുക കേട്ടോ. ഞങ്ങൾ കൈമേൽ വെച്ചാണ്ട് പരത്തിയിരിക്കുന്നത്. അങ്ങനെ എല്ലാതും ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഫ്രൈ ചെയ്ത് എടുത്താലോ. ഇത്തിരി ചട്ടി വെച്ചിട്ടുണ്ട്. ചൂടായ ശേഷം നമുക്ക് ഓരോന്നാക്കി ഇട്ട് കൊടുക്കാം. അങ്ങനെ ഒരു ഭാഗം വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് മറിച്ചിട്ടെടുക്കാം. അങ്ങനെ കട്ട്ലേറ്റ് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൊരിയെടുക്കാം. കട്ട്ലേറ്റ് റെഡി ആയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ കാണാൻ ഇൻഷാ അല്ലാഹ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.